ഹായ് ഗൈസ്. അപ്പൊ നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കാണ് കേട്ടോ. അപ്പൊ ഒരു ലോങ് ജേർണി ഒന്നും ആയിരുന്നില്ല. നമ്മളൊരു 5 to 6 months ആണ് എടുത്തിട്ടുള്ളത് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ അത്യാവശ്യം നല്ല സ്ട്രഗിൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തിയത്, നമ്മുടെ ഫസ്റ്റ് മൈൽ സ്റ്റോൺ എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു നമ്മുടെ സ്ട്രാറ്റജീസും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അത് ലാസ്റ്റ് വരെ കണ്ടു നോക്കാം. നമ്മൾ എന്താണ് ഫോളോ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. നമ്മൾ ഏകദേശം നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനെയായിരുന്നു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഇങ്ങനെ പിറ്റേ ദിവസം ഞാൻ അങ്ങനെ ആലോചിച്ചു. ആദ്യം മുതലേ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഏട്ടൻ ആദ്യം ടിക്ടോക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ചെയ്യുമായിരുന്നു. അത് പിന്നെ ടിക്ടോക്ക് അപ്പൊ പിന്നെ അതിലോട്ട് പോയിട്ടില്ല. അപ്പൊ അതിനുശേഷം ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ റിലേഷന്റെ സമയത്തൊന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഫാമിലി എല്ലാവരും കാണുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ പബ്ലിക് ആക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ആഫ്റ്റർ മാരേജ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയാണ്. എൻഗേജ്മെന്റ് പിറ്റേ ദിവസമാണ് നമ്മള് നമ്മള് പറയാനുള്ള ഒരു ഗ്യാപ്പേ ഉള്ളൂ. അപ്പോഴേക്കും അച്ഛനും അമ്മയും റെഡി തുടങ്ങിക്കോളൂ എന്നുള്ള ഒരു സപ്പോർട്ട് നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടി. അപ്പൊ നമ്മള് പറഞ്ഞ അപ്പൊ തന്നെ നമ്മള് ചാനൽ സ്റ്റാർട്ട് ചെയ്യാ ചെയ്ത കേട്ടോ. അപ്പൊ ഫസ്റ്റ് വീഡിയോ നമ്മള് ചാനലിൽ ഇട്ടുള്ളത് ഒരു ഷോർട്സ് ആയിരുന്നു ഇട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ പെണ്ണുകാണലിന്റെ ഒരു ചെറിയ ഷോർട്സ് ആയിട്ടുള്ളത്. ആ ഷോർട്സിന് അറൌണ്ട് 19K അബോ വ്യൂസ് പോയായിരുന്നു. ഫസ്റ്റ് ഷോർട്സ് അതായിരുന്നു. അത്യാവശ്യം നല്ലോണം ലൈക്സും കാര്യങ്ങളും കമന്റ്സ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സും കുറച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഇൻസ്റ്റയിൽ ഇട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ അത് അറൌണ്ട് 250K അടുത്ത് വ്യൂസ് പോയി. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി വരുന്ന എല്ലാ വീഡിയോസും അങ്ങനെയായിരുന്നു. പിന്നെ അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അന്ന് അത് ട്രെൻഡായിരുന്നു. ഐ മീൻ പെണ്ണുകാണൽ എന്ന് പറയുന്ന ഒരു 5 months മുന്നേ അതൊരു ട്രെൻഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ആണെങ്കിലും അത്രയൊന്നും റീച്ച് പോവൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇനി അങ്ങനെ റീച്ച് ഒന്നും കിട്ടില്ല. വീഡിയോ ഇടാനും ഒരു ടൈം ലാഗ് വന്നു. അപ്പം പിന്നെ അതിന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വീഡിയോ ഇടുന്നതിൽ ലാഗ് വരരുത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. ലോങ് വീഡിയോ എന്തായാലും നമുക്ക് ചിലപ്പോൾ മേ ബി ചെയ്യാൻ പറ്റില്ല. ടൈമിന്റെ ലിമിറ്റേഷൻ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലായിരിക്കും. കണ്ടന്റും വേണമല്ലോ. അത്യാവശ്യം നല്ല കണ്ടന്റ് ഉണ്ടെങ്കിലേ ആൾക്കാർ വാച്ച് ചെയ്യുള്ളൂ. അപ്പൊ നമുക്ക് അത് പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാന്നുള്ള ഒരു പ്ലാനില് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് റെഗുലർ ആയിട്ട് പക്ഷെ ഡെയിലി വെച്ചിട്ട് നമ്മൾ ഒരു ഷോർട്സ് ഇടയ്ക്ക് 2 ഷോർട്സ് വെച്ചിട്ട് മോർണിംഗ് ഒന്ന് ഈവനിങ് ഒന്ന് അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇടാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഷോർട്സിലൂടെ കൂടാൻ തുടങ്ങിയത്. പിന്നെ നമ്മള് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവാൻ വേണ്ടിട്ട് നമ്മൾ എല്ലാവരോടും നമ്മള് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചില ആൾക്കാർ പറയും എല്ലാവരുടെ അടുത്തും ഇങ്ങനെ ചോദിച്ചരന്ന് വാങ്ങിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചാനലുണ്ട്, നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ബാക്കിയുള്ളവർ അറിഞ്ഞാലേ അവർ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മളിപ്പോ ഒരുപാട് മില്യൺ വ്യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അവര് ഫസ്റ്റ് തന്നെ കാണുമ്പോ അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പോയി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യില്ല. അപ്പൊ നമ്മൾ പറഞ്ഞാൽ തന്നെ എല്ലാവരും വീഡിയോ ഒക്കെ ഒരു മാസം കൊണ്ട് തന്നെ മില്യൺസ് അടിക്കുക, അല്ലെങ്കിൽ ഫസ്റ്റ് മാസം തന്നെ മോണിറ്റൈസ് ആവുന്ന പ്രത്യേക കണ്ടന്റ്സ് ഉണ്ട്. കണ്ടന്റ് എന്ന് പറയാൻ മാത്രമല്ല ഫാമിലി വ്ളോഗേഴ്സ് ആണല്ലോ. ഒരു ലക്ക് ഫാക്ടർ ഉണ്ടെന്ന് തോന്നുന്നു. ചിലവരുടെ വീഡിയോ ചിലപ്പോൾ നമുക്ക് അത്ര വലുതായിട്ട് തോന്നിയില്ലെങ്കിലും അത് പെട്ടെന്ന് അങ്ങ് ക്ലിക്കായി അങ്ങനെ പോകുന്ന വീഡിയോസും കണ്ടിട്ടുണ്ട് ഒരുപാട്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഷോർട്സും പിന്നെ അതിന്റെ കൂടെ നമ്മുടെ മാരേജിന്റെ ടൈം ആയതുകൊണ്ട് അതിന്റെ ഷോപ്പിംഗ് വ്ളോഗ്സ് അങ്ങനെയുള്ള ലോങ് വീഡിയോസ് ആണ് നമ്മൾ ഫസ്റ്റ് പിന്നെ ഇട്ടിരുന്നത്. കല്യാൺ സിൽക്സിന്റെ വീഡിയോ ആണ് നമ്മൾ കാലിക്കറ്റ് പോയ. അത് നമുക്ക് 20K അബോ വ്യൂസ് ഫുൾ വീഡിയോക്ക് പോയി. സബ്സ്ക്രൈബേഴ്സ് ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ ഒരു വീഡിയോ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സും ഭയങ്കരമായിട്ട് കൂടാതെ തന്നെ അത്യാവശ്യം നല്ല വ്യൂവും കിട്ടി, വാച്ച് അവറും കിട്ടി. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും യൂട്യൂബിന്റെ 2 ക്രൈറ്റീരിയ. അപ്പം ഹാഫ് മോണറ്റൈസേഷനും ഫുൾ മോണറ്റൈസേഷനും ഉണ്ട്. അതിൽ ഹാഫ് മോണറ്റൈസേഷൻ ആവണമെങ്കിൽ 3000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണം, 500 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ 3 million ഷോർട്സ് വ്യൂസ്. 3 million ഷോർട്സ് വ്യൂസ് ക്ലിക്ക് ആവാതെ ഒരിക്കലും നമുക്ക് 3 മാസം കൊണ്ടൊന്നും 3 million അടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമ്മുടെ വാച്ച് അവർ കറക്റ്റ് ആക്കുക, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടാം. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും ഒരു പരിധി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ നമുക്ക് അങ്ങനെ കയറും. ഈ ആളുകൾ ഇപ്പൊ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ അനലിറ്റിക്സ് എടുത്ത് നോക്കിയാൽ കാണാം 90% ആളുകളും അൺസബ്സ്ക്രൈബ്ഡ്. അതെ.
ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തൊരു 10% റിട്ടേൺ കാണുന്നവരുള്ളൂ. അപ്പൊ അവര് നമ്മളും ഇപ്പൊ അങ്ങനെ തന്നെയായിരുന്നു. വീഡിയോസ് കാണുമ്പോൾ വീഡിയോ കാണുന്നല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. അവര് സ്ഥിരം ആ കണ്ടവരുടെ വീഡിയോ വീണ്ടും വീണ്ടും വരും, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടാവില്ല, വീഡിയോ കണ്ടോണ്ടിരിക്കും. നമുക്ക് റെക്കമെൻഡേഷൻ വരുമ്പോ നമ്മള് പിന്നെ നമുക്ക് തുടങ്ങിയപ്പോഴാണ് നമുക്ക് അതിന്റെ കാര്യം മനസ്സിലായി. അപ്പൊ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, എല്ലാരും നമ്മൾ കാണുന്നവരൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടാവും, ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഞാൻ ഒരുപാട് വീഡിയോസിന്റെ അടിയിൽ കമന്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത് അങ്ങനെ ഇടുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമൊന്നുമല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു 1000 സബ്സ്ക്രൈബർ ആവാന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം അത് എളുപ്പമല്ലാതെ ഞങ്ങൾക്ക് അറിയാം. കാരണം ഞങ്ങളുടെ ഇപ്പൊ ഇവളെ അച്ഛനും അമ്മ അവരാണ് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് സപ്പോർട്ട്. എനിക്ക് തോന്നുന്നതാണ് ഓരോ സ്ഥലത്തു നിന്നും സബ്സ്ക്രൈബേഴ്സ് കൂടുന്ന സമയത്ത് ഓരോ റീജിയനിലേക്ക് നമ്മളെ വീഡിയോ പോകുന്തോറും അവര് കാണുന്നുണ്ടെങ്കിൽ ആ സജഷൻസ് അവര് ആളുകൾക്കും സജഷനായിട്ട് പോകുന്നുണ്ട്. പിന്നെ അമ്മയാണെങ്കിൽ അമ്മ ഇവിടെ ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്, EMS ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് പെരിന്തൽമണ്ണ. അപ്പോ അതിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോവുക, അമ്മ എല്ലാരെയും കൊണ്ട് ഞങ്ങളെ വീഡിയോ കാണാൻ പറയാ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ. ഇതാണ് അമ്മയുടെ പരിപാടി. അമ്മ കാരണമാണ് ഞങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ്. കാരണം അല്ല അതിൽ നമ്മളൊരു മടി കാണിക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ, എന്നാലേ നമുക്ക് വേഗം കണക്ഷൻസ് കിട്ടുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റ നമ്മുടേത് പ്രൈവറ്റ് അക്കൗണ്ട് ആയിരുന്നു, പിന്നെയാണ് നമ്മൾ പബ്ലിക് അക്കൗണ്ട് ആക്കിയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മുടെ ജേർണി പോകുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഹാഫ് മോണറ്റൈസേഷന് വേണ്ടിയിട്ടാണെങ്കിലും ഫുൾ മോണറ്റൈസ് ആയപ്പോഴാണെങ്കിലും നമ്മൾ ഫസ്റ്റ് 4000 വാച്ച് അവർ അല്ലെങ്കിൽ 3000. ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 3000 വാച്ച് അവർ ആയിരുന്നു. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക, 1000 സബ്സ്ക്രൈബേഴ്സ് ആവുക. അതാണ് മോണറ്റൈസേഷന്റെ ക്രൈറ്റീരിയ. അതെല്ലാവർക്കും അറിയുമായിരിക്കും, ചാനൽ തുടങ്ങുന്നവർക്കൊക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ചാനലിൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. ഐ തിങ്ക് സെപ്റ്റംബർ ഒക്ടോബർ ആയപ്പോ ഞങ്ങൾക്ക് 3000 വാച്ച് അവർ വന്നു ഷോപ്പിംഗ് വീഡിയോസിലൂടെ. പക്ഷെ അന്ന് സബ്സ്ക്രൈബേഴ്സ് 500 താഴെ. 500 താഴെ മീൻസ് ഒരു 300-400 ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ റെഗുലർ ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി, ഷോർട്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം ഞങ്ങൾക്ക് അറിയാം ലോങ് വീഡിയോ ഉണ്ട് അവിടെ, അതെന്നെ ജനറേറ്റ് ചെയ്തോളും, ബാക്കി 1000 അത് ജനറേറ്റ് ചെയ്തോളും ഞങ്ങൾക്ക് ഉറപ്പാണ്. അപ്പൊ ഷോർട്സിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡെയിലി ഷോർട്സ് ഇടാൻ തുടങ്ങി. കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ആളുകൾക്ക് ഇഷ്ടമാണല്ലോ ചില എഡിറ്റഡ് വീഡിയോസ്. ഐ മീൻ കുറച്ചൊക്കെ എഫക്ട്സ് ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ട്രാൻസിഷൻസ് ഒക്കെ ഇട്ട് ചെയ്യുന്ന കുറെ സാധനങ്ങൾ ഇപ്പൊ അത്യാവശ്യം ഓടുന്നുണ്ട്. ഞങ്ങളെ അക്കൗണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങൾ ഡെയിലി നോർമൽ ഡേയ്സിൽ ഉണ്ടാവുന്ന സംഭവം ഇടുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇങ്ങനത്തെ കുറച്ച് എഫേർട്സ് അല്ലെങ്കിൽ എഫക്ട്സ് ഒക്കെ ഇട്ടുള്ള സാധനങ്ങളാണ് കൂടുതൽ വർക്കൗട്ട് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഇടാൻ തുടങ്ങി. അതിൽ 2-3 വീഡിയോ ക്ലിക്കായി. ആ ക്ലിക്കായ വീഡിയോന് ഒരു മിനിമം 13-15K ഉള്ളൂ. പക്ഷെ അതില് 40-50 സബ്സ്ക്രൈബേഴ്സ് വെച്ച് കിട്ടാൻ തുടങ്ങി ഷോർട്സിൽ. അങ്ങനെ ഞങ്ങൾക്ക് മൊത്തത്തിൽ ഏകദേശം ഒരു ഐ തിങ്ക് 2 ദിവസം മുന്നേ അല്ലെ, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 12-13 ആ സമയത്താണ് ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കറക്റ്റ് ആയി എല്ലാ ക്രൈറ്റീരിയയും കഴിഞ്ഞു. അതിന്റെ മുന്നേ 4000 വാച്ച് അവർ അതിന്റെ മുന്നേ ആയിട്ടുണ്ട്. ഡിസംബറിൽ തന്നെ ആയിട്ടുണ്ട്. ഡിസംബർ ഫസ്റ്റ് അല്ലെങ്കിൽ നവംബർ അവസാനം തന്നെ അതും ആയിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കാൻ വേണ്ടി ഷോർട്സ് കോൺസെൻട്രേറ്റ് ചെയ്തു, അത് വർക്കൗട്ട് ആയി. ഇപ്പൊ ഞങ്ങൾക്ക് ഏകദേശം 1.04K സബ്സ് ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഞങ്ങളെ ചാനൽ മോണിറ്റൈസ് ആയി. അതാണ് സത്യം. ഈ മോണിറ്റൈസ് ആയി ഇപ്പം എല്ലാവരും ചിലപ്പം വിചാരിക്കും മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് പൈസ വരും, അല്ലെങ്കിൽ തമിഴില് കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ക്യാഷ് ഒക്കെ പിടിച്ച് നിൽക്കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ നാളെ മുതൽ പൈസ വരാൻ തുടങ്ങും. മോണിറ്റൈസ് ആയി പിറ്റേ ദിവസം മുതൽ നമുക്ക് പൈസ അങ്ങനെ നമ്മളെ ചാനലിൽ ഇപ്പം നമുക്ക് ഇതുവരെ പൈസ ഒന്നും വരാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ അവരുടെ ഒരു ടൈം ലൈൻ വെച്ചിട്ട് നമുക്ക് 1 മന്ത് റിവ്യൂ കഴിഞ്ഞിട്ട് ഐ മീൻ 28 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫണ്ടൊക്കെ അതിലിങ്ങനെ റിഫ്ലക്റ്റ് ആയിട്ട് കാണിക്കുക. പിന്നെ $100 ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് പേയ്മെന്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. $100 ആവണം ഫസ്റ്റ്. നമുക്ക് ഇതിന് മുന്നേ എല്ലാവരും ചെയ്യേണ്ട, ഇപ്പൊ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിന്റെ ആഡ്സെൻസിൽ നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഒരു ഇത് വരും, നോട്ടിഫിക്കേഷൻ വരും. അത് വെച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആഡ്സെൻസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ചിലരൊക്കെ ആദ്യം തന്നെ ആഡ്സെൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. ആഡ്സെൻസ് കയറി അത് ഓപ്പൺ ആക്കുക, അത് യൂട്യൂബിന് വേണ്ടിയുള്ള ആഡ്സെൻസ് ഓപ്പൺ ആക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിലെ തന്നെ അതിൽ ഇപ്പോൾ ടാക്സ് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു മെയിൻ ആയിട്ടൊരു സാധനം നമുക്ക് ചെയ്യാറുണ്ട്. ആ സാധനം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു 10 ഡേയ്സ് ഡിലേ വന്നത് ആ ഒരു പ്രശ്നം കൊണ്ട്. കാരണം എന്റെ പേരിലാണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ പേര് ജയേഷ് എം എന്നാണ്. അപ്പൊ പാൻ കാർഡിലെ നെയിം ശരിക്ക് വീട്ടുപേരും ജയേഷ് എന്നാണ്.
അപ്പൊ പ്രശ്നം വന്നത് എന്താ വെച്ചാൽ ഞാൻ പേര് കൊടുത്തപ്പോ എന്റെ ഇനീഷ്യൽ മാത്രമേ മാത്രമേ കൊടുത്തുള്ളൂ. അപ്പൊ ടാക്സ് ഡോക്യുമെന്റ് ഞങ്ങൾക്ക് അത് സബ്മിറ്റ് ആയി, പക്ഷെ അത് റിവ്യൂ ആയില്ല. അത് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു 10-15 ദിവസം. അപ്പൊ ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴാണ് കറക്റ്റ് മനസ്സിലായത് പാൻ കാർഡിന്റെ ഉള്ളിൽ വേറൊരു നെയിം ആയിരിക്കും, നമ്മളെ വീട്ടുപേരായിരിക്കും ചിലപ്പോൾ. അത് ശ്രദ്ധിക്കണം. ഞാൻ പിന്നെ പേര് കറക്റ്റ് ആക്കി അഡ്രസ്സും കറക്റ്റ് ആയി കൊടുത്തപ്പോൾ തന്നെ സ്പോട്ടിൽ ഞങ്ങൾക്ക് അപ്രൂവ് ആയി. January 14th അപ്രൂവ് ആയി. ഇനി അതിൽ രണ്ടാമത് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് നമ്മളെ ഐഡന്റിറ്റി വെരിഫിക്കേഷനാണ്. അത് ചെയ്യണമെങ്കിൽ നമ്മളേക്ക് ആദ്യം ഒരു $10 നമ്മളെ അക്കൗണ്ടിലേക്ക് നമ്മളെ ആഡ്സിന്റെ റവന്യൂ ആയിട്ട് വരണം. അല്ലെങ്കിൽ സൂപ്പർ ചാറ്റ്, അങ്ങനെ പലതും ഉണ്ടല്ലോ, മെമ്പർഷിപ്പ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇതിൽ ഏതെങ്കിലും ആയിട്ട് $10 നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വെരിഫിക്കേഷൻ ചെക്കിനുള്ള പ്രോസസ്സും പിന്നെ ഒരു മെയിൽ ID വെച്ചിട്ടുള്ള ഒരു വെരിഫിക്കേഷനും ഉണ്ട്. മെയിലിലേക്ക് ഒരു OTP വന്നിട്ട് അത് രണ്ടും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് $100 ആവണം. $100 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ പറ്റുമല്ലോ ആദ്യം വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് ഓട്ടോമാറ്റിക് നമുക്ക് വരും, പേയ്മെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ വരും എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എമൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് എമൗണ്ട് ഇപ്പൊ തന്നെ വരുന്ന വിചാരിക്കണ്ട. അതിനിപ്പോ നമുക്ക് തുടങ്ങുമ്പോ തന്നെ എന്തായാലും കിട്ടാൻ. പിന്നെ അത് തുടങ്ങിയിട്ടാണെങ്കിൽ കാണുമ്പോ നിങ്ങൾക്ക് നിരാശയൊക്കെ തോന്നിയിരിക്കും, കാരണം എമൗണ്ട് കുറവായിരിക്കും. അത് നമ്മൾ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ കറക്റ്റ് എല്ലാവർക്കും അത് മനസ്സിലാവുമ്പോൾ 1K വ്യൂസിന് എത്ര കിട്ടുക, അല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയാൽ തന്നെ ഏകദേശം അവരൊക്കെ പറയുന്ന ആ ഒരു ലിമിറ്റ് തന്നെ ഉള്ളൂ റേറ്റ് കിട്ടുന്നുള്ളൂ. പിന്നെ നമ്മൾ എന്താണെങ്കിലും നമുക്ക് ക്യാഷ് വരാൻ തുടങ്ങി കഴിഞ്ഞാല് അത് എത്രയാണ്, എങ്ങനെയാണ് അതിന്റെ രീതി എന്ന് വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ്. കാരണം നമുക്ക് ക്യാഷ് വരാൻ കാരണം നിങ്ങളാണ്, നിങ്ങൾ കാണുന്നോണ്ടാണല്ലോ നമുക്ക് ക്യാഷ് കിട്ടുന്നത്. അപ്പൊ എന്ത് ഞങ്ങൾക്ക് കിട്ടുന്നു റേഞ്ച് ആണെങ്കിൽ പോലും ഞങ്ങൾ അത് പറയും, അത് എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും ഉറപ്പായിട്ടും. പിന്നെ ഇതിലിപ്പോ മെയിൻ ആയിട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ഫോളോ ചെയ്ത സ്ട്രാറ്റജി, നിങ്ങൾക്ക് ഒരു ചാനലുണ്ട്, നിങ്ങൾ ചാനൽ സ്റ്റാർട്ട് ചെയ്തു, എങ്ങനെയാ ഇപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ ഒട്ടും വ്യൂസ് കയറുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാൻ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത ഷോർട്സിലാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം, ഞങ്ങൾക്ക് പ്രശ്നം മെയിൽ ID ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് DM ചെയ്താൽ മതി. ഞങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളത് പറഞ്ഞു, ഞങ്ങള് പ്രൊഫഷണൽസ് ഒന്നല്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിൽ ചെറിയൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ടിക്ടോക്ക് ഉണ്ടായിരുന്നു, അന്ന് 10K ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് 1 million അടുത്ത് വ്യൂസ്, അന്ന് ഹേർട്സ് ആണല്ലോ അതിൽ, ആ ഹേർട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പൊ എനിക്കറിയാം എന്തായിരുന്നു പെട്ടെന്ന് ഈ ട്രെൻഡ്. ഇപ്പൊ ഉള്ള യൂട്യൂബേഴ്സിൽ ഒരുപാട് പേര് ഞാൻ ആ സമയത്തൊന്നും കണ്ടിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല ടിക്ടോക്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വന്ന ഒരുപാട് പേരുണ്ട്, അവർ ഞാൻ പറഞ്ഞില്ലേ ചിലവർ പെട്ടെന്ന് ക്ലിക്കാവും അങ്ങനെ. പിന്നെ ഞാനന്ന് ഇൻസ്റ്റ ഒന്നും കണ്ടിന്യൂ ചെയ്തില്ല, യൂട്യൂബിലും കണ്ടിന്യൂ ചെയ്തില്ല. അങ്ങനെ ചെയ്തായിരുന്നു മതിയായിരുന്നു ഇപ്പോൾ ഇവളും പറയും, ഞാനും പറയാറുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ല, എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം, എങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത് കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഷോർട്സിൽ മാക്സിമം ഷോർട്സ് ചെയ്യാം, ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാം, ഒരു ഷോർട്സ് വെച്ച് അപ്ലോഡ് ചെയ്യാം. ആ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പത്തെ ട്രെൻഡിങ് സോങ് എന്താണോ അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇപ്പൊ നിങ്ങൾ വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിലും, ഇപ്പൊ നമ്മളുടെ വീഡിയോസ് അധികവും ഒരു 95% നമ്മൾ വോയിസ് ഓവറാണ് കൊടുക്കുന്നത്. ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പോഴത്തെ ട്രെൻഡിങ് സോങ് എന്താണോ അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യും. ഭയങ്കര ലോ വോയിസ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പൊ സോങ് ട്രെൻഡിങ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതും നമുക്ക് വീഡിയോ കുറച്ച് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളൊരു വീഡിയോ ഇടുകയാണെങ്കിൽ, ഇപ്പം ലോങ് വീഡിയോ ആണ് ഇടുന്നെങ്കിൽ അതിന്റെ തംബ്നെയിൽ മാക്സിമം നല്ല അട്രാക്റ്റീവ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഷോർട്സിലാണെങ്കിൽ പോലും ഇപ്പൊ നമുക്ക് അതിലത്തെ ആ ഒരു ഏതെങ്കിലും ഒരു ഏരിയ ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ അതില് നമുക്ക് കാണുമ്പോൾ ആൾക്കാരിലേക്ക് എത്തിയാൽ കുഴപ്പമുണ്ടാവില്ല, അത്യാവശ്യം കാണാൻ രസം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാർ തുറന്നു നോക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള പോർഷൻസ് നമുക്ക് തംബ്നെയിലാക്കി കൊടുക്കാം. മീൻസ് ഷോർട്സിൽ കേട്ടോ, ഷോർട്സിൽ അങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പിന്നെ ക്യാപ്ഷൻസ് കൊടുക്കുമ്പോഴാണെങ്കിൽ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിട്ട്, ഇപ്പൊ നമ്മളാണെങ്കിൽ പോലും ഒരു ചാനൽ നമ്മുടെ പെർസ്പെക്റ്റീവിൽ നോക്കുക. അപ്പൊ നമ്മളാണെങ്കിൽ ഒരു ചാനൽ കാണുമ്പോൾ എന്ത് ക്യാപ്ഷൻ വരുന്ന വീഡിയോസ് ആണ് പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ തോന്നുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ തോന്നുന്ന ക്യാപ്ഷൻസ് എന്താണെങ്കിലും കൊടുക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യം, ലോങ് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മള് പോയിന്റ്സ്, നമുക്ക് പോയിന്റ്സ് മിസ് ആവണ്ടെന്നുള്ളതുകൊണ്ട് നമ്മള് പോയിന്റ്സ് പിന്നെ എഡിറ്റിംഗ് ഞങ്ങൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ആദ്യം VN ആയിരുന്നു യൂസ് ചെയ്തത്. അതെ, പിന്നെ CapCut ആണ് യൂസ് ചെയ്തത്. CapCut അങ്ങനെ ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ VPN വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിപ്പം യൂസ് ചെയ്യണത് ഫോൺ ഇപ്പൊ ഈ റെക്കോർഡ് ചെയ്യുന്നതാണെങ്കിൽ iPhone 16 ആണ്. അതിപ്പോ ഞങ്ങളുടെ ചാനലിൽ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് എനിക്ക്
ഗിഫ്റ്റ് ആയിട്ട് അതെ, ഫോണിന്റെ കാര്യം അത്യാവശ്യം ക്ലാരിറ്റി എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത കാര്യം, ഭയങ്കര ക്ലാരിറ്റി ഉള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ ആൾക്കാർ കാണുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സെറ്റപ്പോ, നമുക്ക് മൈക്കോ ഒരു കാര്യം നമ്മൾ വാങ്ങിച്ചിട്ടില്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ ഈ ഫോണ് മാത്രമേ ഉള്ളൂ. ഗാഡ്ജറ്റ് നല്ലതാണ്. പിന്നെ ഞാൻ പറയില്ല, ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നെ പോയിട്ട് ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യരുത്, ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അതെ ഉള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ അടുത്ത് ആദ്യം സാംസങ്ങിന്റെ S23 ഫോൺ ഞങ്ങൾ ആദ്യം വാങ്ങി തരുന്നുണ്ട്. അത് വെച്ചിട്ട് ഞങ്ങൾ ആദ്യമൊക്കെ വീഡിയോസ് അതുകൊണ്ടാ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞ് ഈ ഫോൺ വന്നപ്പോ ഇതുകൊണ്ട് ചെയ്തിട്ടില്ല. പിന്നെ നമുക്കൊന്നും നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് നമുക്ക് പൈസ ഒന്നും വരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് അത് പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇതൊരു പാഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഇപ്പം ചിലപ്പം ചില ആൾക്കാർ നമ്മുടെ ഫാമിലിയിൽ തന്നെ ചിലപ്പോൾ മേ ബി കുറെ ആൾക്കാർക്ക് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല. അവർക്കൊക്കെ ചിലപ്പോ എന്തിനാ ചിലപ്പോ ഒരു സാധനം വന്നേക്കാം, ഇല്ലെങ്കിൽ കാരണം അറിയാത്തോണ്ടായിരിക്കാം പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട്. പിന്നെ ചുറ്റുമുള്ള നമ്മുടെ വീട്ടിലെ നാട്ടുകാരോ എന്താണെങ്കിലും ചിലപ്പോ മേ ബി അവരൊക്കെ കളിയാക്കിയേക്കാം, തമാശ രൂപേണ ഫസ്റ്റ് പറയണ്ടായി. നമുക്കൊരു ആഗ്രഹമുണ്ട്, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണം. അതെ, നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്കിത് ചെയ്യണം എന്നുണ്ട് എങ്കിൽ നിങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പറയാനുള്ളൂ അല്ലെ. സ്റ്റാർട്ട് ചെയ്യുക, കാരണം ഇതൊരു പ്രൊഫഷൻ ആക്കി എടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതൊരു മെയിൻ പ്രൊഫഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഉള്ള ജോബൊന്നും അങ്ങനെയൊന്നും ഒരിക്കലും എല്ലാ യൂട്യൂബേഴ്സിനും ഭയങ്കര പൈസയാണെന്ന് വിചാരിച്ച അങ്ങനെ ഡിസിഷൻസ് ഒന്നും എടുക്കരുത്. നല്ലോണം വർക്ക് ചെയ്യണം. ഇപ്പൊ എനിക്കാകെ ഇവിടെ വന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, അപ്പം പുള്ളിയും വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞങ്ങള് ഇവിടെ വന്ന് ഞാൻ ആകെ ഇവിടെ സാറ്റർഡേ സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ സാറ്റർഡേ സൺഡേ ഞങ്ങള് രാത്രി ഒരു 11 മണിക്കാണ് താഴെ വീട്ടിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് റൂമിലോട്ട് എത്താം. അപ്പൊ ആ ഒരു 11 മണി മുതൽ 2 മണി 2:30 വരെയാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും വോയിസ് ഓവർ കൊടുക്കുന്നതാണെങ്കിലും നമ്മൾ എന്തെങ്കിലും വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും ടൈം ഞങ്ങൾക്ക് കിട്ടുന്നത്. അതേപോലെ നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യം എന്താ വെച്ചാൽ ഞങ്ങളെ കല്യാണത്തിന്റെ വ്ളോഗൊന്നും ഞങ്ങൾ ഇതിലിട്ടിട്ടില്ല. ഓൾറെഡി വാച്ച് അവേഴ്സ് ഞങ്ങൾക്ക് ഉണ്ടായോണ്ട് ഇനി അത് മാത്രമല്ല പിന്നെ എഡിറ്റ് ചെയ്യാനുള്ള ഗ്യാപ്പും നമ്മള്, കാരണം സബ്സ്ക്രൈബർ കൂടുകയെന്നുള്ളതുകൊണ്ട് നമ്മൾ ഷോർട്സ് ഫോക്കസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഞങ്ങൾ എന്തായാലും ലോങ് വീഡിയോസ് കാര്യങ്ങളും ഒക്കെ ഇടാം. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇനിയിപ്പൊ ഇതിന്റെ താഴെ മേ ബി ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ താഴെ കുറെ പേര് ഞങ്ങളുടെ ചാനലും സപ്പോർട്ട് ചെയ്യുമെന്ന് വന്ന് ചോദിക്കും. ഡെഫിനറ്റ്ലി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. എന്താണെങ്കിലും നമ്മുടെ സപ്പോർട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ എന്തായാലും ചെയ്തിരിക്കും കേട്ടോ. അത് പരസ്പര ധാരണയിൽ അങ്ങോട്ടും ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. ഈ 1000 എന്ന് പറയുന്നത് വലിയ സംഖ്യ, പക്ഷെ 1000 സബ്സ്ക്രൈബേഴ്സിനെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്ന വാച്ച് അവർ വേണം. അപ്പൊ അതിന് അത്യാവശ്യം നിങ്ങൾ കണ്ടന്റ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് എന്തൊക്കെ അവരുടെ കോപ്പി അടിച്ച് ചെയ്യാന്നല്ല പറയണേ, പക്ഷെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നല്ല നല്ല വീഡിയോസ്. എന്തെങ്കിലും ഒരു കഴിവുള്ള ആളാണെങ്കിൽ കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ് കഴിവ്, അത് ചെയ്യാം. അല്ലാതെ ഒന്നുമില്ല, ഡെയിലി സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല ഇന്ന കഴിവുകൾ ഉണ്ടെങ്കിൽ ആ ഇന്ന കഴിവുകൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. അല്ലാതെ എല്ലാതും കൂടെ അങ്ങനെ മിക്സ് ആക്കണ്ട. ഇപ്പൊ നമ്മള് ഫാമിലി വ്ളോഗ്സ് അതേപോലെ പ്രോഡക്റ്റിന്റെ റിവ്യൂ കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഇപ്പൊ ഡെയിലി എന്തെങ്കിലും പ്രോഗ്രാംസ് നടക്കുന്ന ഡെയിലി ഇവന്റ്സ് നമ്മുടെ ലൈഫ് എന്താണോ അതാണ് നമ്മൾ എന്ന് വെച്ചാൽ എല്ലാം തുറന്നു കാണിക്കണമെന്നല്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താണോ കാണിക്കാൻ പോകുന്നത് അത് നമ്മൾ കാണിക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് പറയാനുള്ള കാര്യങ്ങളും. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് ഉടനെ നമ്മൾ പറയുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നല്ല പറയണം. വീഡിയോസ് ഒക്കെ പോയി നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് വീഡിയോസ് നമുക്കും നമ്മളും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമുക്ക് ഇനി കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇനി ആഫ്റ്റർ മോണിറ്റൈസേഷൻ ടൈം കുറച്ച് ലാഗായിട്ട് 20 മിനിറ്റ്സ് ഉണ്ടാവും എന്തായാലും വീഡിയോ. നമ്മള് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇൻകം വരാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസും എങ്ങനെയാണ് ഇനി എന്തെങ്കിലും അപ്ഡേഷൻസ് യൂട്യൂബ് ത്രൂ എന്തെങ്കിലും സംഭവം പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോസിൽ വന്നിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പൊ അത്രയൊക്കെയുള്ളൂ. ഞാൻ അടുത്ത വീഡിയോ. ബൈ.